ഇന്ന് മഹാലക്ഷ്മി ഹോമമാണ്. ओम सच्चिदानंद परब्रह्मा पुरुषोत्तम परमात्मा श्री परमज्योति भगवती समेता श्री परमज्योति भगवती नमः। ओम सच्चिदानंद परब्रह्मा परमज्योति भगवते नमः। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं
मम देव देवा त्वमेव सर्वं मम देव देवा त्वमेव सर्वं मम देव देवा ഇന്നത്തെ ഹോമത്തിൽ നമ്മളെല്ലാവർക്കും സർവവിധ ഐശ്വര്യവും അഷ്ടൈശ്വര്യങ്ങളും അതുകൂടാതെ നമുക്ക് സമൃദ്ധി കിട്ടാനും വരാനുള്ള പണവും സ്വത്തുക്കളും നമുക്ക് വന്നു ചേരാനും നമ്മളുടെ കടബാധ്യതകളെല്ലാം അതിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നിറച്ചു തരാനായിട്ട് ഇന്ന് മഹാലക്ഷ്മി ദേവി ഹോമത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ ഹോമത്തിൽ ഈ മഹാലക്ഷ്മി ദേവി നമ്മൾക്കുള്ളിലുള്ള ദാരിദ്ര്യം ഇല്ലായ്മ ആ യക്ഷനെ കൊണ്ടിട്ട് നമുക്കുള്ളിൽ അഷ്ടൈശ്വര്യം നമുക്ക് നിറച്ചു തരാൻ പോകുന്നു. രണ്ടാമത്തെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഡിവോട്ട് പറഞ്ഞു, ഞാൻ പണ്ട് മുതൽ ധർമ്മത്തിലുള്ളതാണ്. ഒരു ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഹോമത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പഠിച്ച് ഇറങ്ങുമ്പോൾ എനിക്ക് ഉടനടിയായിട്ട് നല്ല കമ്പനിയിൽ ജോലി കിട്ടണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് ഞാൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു അഗ്രികൾച്ചർ കമ്പനിയിൽ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അപ്പോൾ തന്നെ എനിക്ക് പോസ്റ്റും കൂടെ കിട്ടി. ഞാൻ തമാശയായിട്ട് ചോദിച്ചത് എനിക്ക് ഉടനെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഉടനടിയായിട്ട് എൻ്റെ പേര് GPMൽ പെർമനന്റ് മെമ്പർഷിപ്പിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ഹോമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് പ്രൊമോഷൻ വേണം. ടെക് ലീഡായിരുന്ന അസോസിയേറ്റ് എഞ്ചിനീയറായിട്ട് അവർക്ക് ഉടനടിയായിട്ട് അവർക്ക് ബാംഗ്ലൂരിൽ ജോബ് കിട്ടി. പ്രൊമോഷനോട് കൂടി അവർക്ക് കിട്ടി. അത് കഴിഞ്ഞ ഉടനെ അവർ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവർക്ക് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പകുതി വെച്ച് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ ഈ ഹോമം കഴിഞ്ഞ ഉടനെ അത് എടുത്ത് ചെയ്യാനായിട്ട് അമ്മ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി എടുത്ത് ചെയ്തത് 3 നില കെട്ടിടമായിട്ട് വളരെ വലിയ വീട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഹോമത്തിൽ കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഹോമത്തിൽ പ്രാർത്ഥിച്ചു. അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരുടെ പ്രയത്നമില്ലാതെ വരാനുള്ള സ്വത്തുക്കൾ കോടിക്കണക്കിന് അവരെ ഇങ്ങോട്ട് തേടി അവർ വന്നു. വീണ്ടും ഹോമത്തിൽ പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ അവർക്ക് വളരെ കുറേ വീടുകൾ കുറയ്ക്കാൻ കഴിഞ്ഞു. അതിനകത്ത് നല്ല ഐശ്വര്യം കിട്ടി. വീണ്ടും അവർ പ്രാർത്ഥിച്ചു, എനിക്ക് ഓൺസൈറ്റ് ജോബ് യൂണിവേഴ്സിറ്റി കിട്ടണം. ആ കൊല്ലം തന്നെ അവർക്ക് 1 മാസം 9 ലക്ഷം ശമ്പളത്തോട് ഉടനടി അവർക്ക് ആ ജോബും അവർക്ക് റെഡിയാണ്. അവർ ആഗ്രഹിച്ച കാട് പിന്നെ വീണ്ടും അവിടെ ഒരു വീട്. അതായത് അവർ പറഞ്ഞു, പെർമനന്റ് മെമ്പറായിട്ട് എൻ്റെ പേര് ഞാൻ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പം തന്നെ എല്ലാം എനിക്ക് അവകാൻ സാധിച്ചു തന്നു. അതുപോലെ അഷ്ടൈശ്വര്യം നമുക്ക് കിട്ടുന്ന ഹോമമാണ് ഇത്. വേറെ ഒരു കൂട്ടി പറയുന്നത്, ഇവർക്ക് 100 ഏക്കറിൽ കോഫി എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഒരു കൊല്ലത്തിൽ അവർക്ക് 700 കോഫി ബീൻസിൻ്റെ ബാഗുകൾ കിട്ടുമായിരുന്നു. അതിലവർക്ക് 17 ലക്ഷം ലാഭം കിട്ടുമായിരുന്നു. നവരാത്രി ഹോമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇത് പോരായിട്ട് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അതേ വർഷം 1050 കോഫി ബീൻസിൻ്റെ ബാഗ് കിട്ടി. 17 ലക്ഷം 47 ലക്ഷമായിട്ട് അവർക്ക് ലാഭം ഒരേ ഹോമത്തിൽ വേറെ ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ ഞാൻ ഹോമത്തിൽ മൊത്തം നഷ്ടപ്പെട്ട് അവർ ടെക്സ്റ്റൈൽസ് ബിസിനസ്സാണ് ചെയ്തിരുന്നത്. 3 കോടി കടത്തിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാം സ്റ്റോപ്പായിരുന്നു. എനിക്ക് അഷ്ടൈശ്വര്യം വേണ്ടി പ്രാർത്ഥിച്ചു പോയി. ചെന്ന ഉടനെ ഫസ്റ്റ് ടൈം എനിക്ക് പുതിയ ഓർഡേഴ്സ് എനിക്ക് എക്സ്പോർട്ടായിട്ട് എൻ്റെ ക്ലയൻസ് എനിക്ക് ചോദിച്ചിട്ട് എനിക്ക് വന്നു. അതോടുകൂടി എൻ്റെ എല്ലാ കടവും 2 വർഷത്തിൽ നിന്ന് കോടിക്കണക്കിനുള്ള കടവും തീർക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിന് ലാഭവും എനിക്ക് ഇങ്ങോട്ട് കിട്ടി. സോ അങ്ങനെ ഈ ഹോമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും മഹാലക്ഷ്മി ദേവി ഇന്ന് നമുക്ക് വരങ്ങൾ തരാൻ പോകുന്നു. സോ എല്ലാ ഭക്തരും നിങ്ങളുടെ കയ്യുടെ നമസ്കാര മുദ്രയിൽ വെച്ചു നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഹോമത്തിൽ വരമായിട്ട് വേണോ അതെല്ലാം നിങ്ങൾ ചോദിക്കണം. സോ എല്ലാവരും കണ്ണുകളടച്ച് കയ്യുടെ നമസ്കാര മുദ്രയിൽ വെച്ചിരിക്കും. ತಿಲಕಧಾರಣೆ, ಕಂಕಣಧಾರಣೆ, ಹಣೆಗೆ ಎಲ್ಲರೂ ಕುಂಕುಮವನ್ನು ಇಟ್ಕೊಳ್ತೀರ, ಕೈಗಳಿಗೆ
ಹೆಂಗಸರೆಲ್ಲರೂ ಕೂಡ ಎಡಗೈಗೆ, ಗಂಡಸರು ಬಲಗೈಗೆ. ಈಗ ಸ್ವಲ್ಪ ಆಚರಣೆ ಮಾಡ್ತೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿದು 4ನೇ ಸಾರಿ ಕೈಗಳನ್ನು ತೊಳ್ಕೊಳ್ತೀರಾ. ಆಚರಣೆ 3 ತವಣೆಗಳನ್ನ ಕುಡಿಸಿ 4ನೇ ತವಣ ಕೈ ಕಡಿಯುತ್ತೆ. ಓಂ ಕೇಶವಾಯ ಸ್ವಾಹ, ಓಂ ನಾರಾಯಣಾಯ ಸ್ವಾಹ, ಓಂ ಮಾಧವಾಯ ಸ್ವಾಹ, ಓಂ ಗೋವಿಂದಾಯ ನಮಃ, ವಿಷ್ಣುವೇ ನಮಃ, ಮಧುಸೂದನಾಯ ನಮಃ, ಓಂ ತ್ರಿವಿಕ್ರಮಾಯ ನಮಃ, ಓಂ ಶ್ರೀಧರಾಯ ನಮಃ, ಓಂ ಋಷಿಕೇಶಾಯ ನಮಃ, ಪದ್ಮನಾಭಾಯ ನಮಃ, ದಾಮೋದರಾಯ ನಮಃ, ಓಂ ಸಂಕರ್ಷಣಾಯ ನಮಃ, ವಾಸುದೇವಾಯ ನಮಃ, ಪ್ರದ್ಯುಮ್ನಾಯ ನಮಃ, ಓಂ ಅನಿರುದ್ಧಾಯ ನಮಃ, ಪುರುಷೋತ್ತಮಾಯ ನಮಃ, ಅರೋಷಣಾಯ ನಮಃ, ಓಂ ನಾರಸಿಂಹಾಯ ನಮಃ, ಅಚ್ಯುತಾಯ ನಮಃ, ಜನಾರ್ದನಾಯ ನಮಃ, ಓಂ ಉಪೇಂದ್ರಾಯ ನಮಃ, ಹರಯೇ ನಮಃ, ಶ್ರೀಕೃಷ್ಣಾಯ ನಮಃ, ಓಂ ಶ್ರೀ ಭಗವತೆ ನಮಃ. ಈಗ ಸ್ಥಳ ಶುದ್ಧಿ. ಸ್ವಲ್ಪ ನೀರನ್ನು ಕೈಯಲ್ಲಿ ತಗೊಳ್ತೀರಾ. ಮಂತ್ರೋಪಚಾರಣೆ ಸಮಯದಲ್ಲಿ ಪೂರ್ತಿಯಾಗಿ ನಿಮ್ಮ ಸುತ್ತಲೂ ಎಲ್ಲ ಒಂದು ಕಲ್ಮಶಗಳು ಬಿಟ್ಟು ಹೋಗ್ಬೇಕಂತ ಹೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ಕೊಳ್ತೀರಾ. ഇപ്പോൾ നിങ്ങളുടെ മനത്തേക്ക് കുറച്ച് വെള്ളം എടുത്ത് അകത്തും പുറത്തും നിങ്ങളുടെ ദൃശ്യശക്തി നിങ്ങൾ വിട്ട് നീങ്ങണം എന്ന പ്രാർത്ഥനയോട് നിങ്ങളുടെ തലയിൽ ചുറ്റിത്തളിക്കുക. ಈಗ ಪವಿತ್ರ ಧಾರಣೆ. ತರಬೇಯಿಂದ ಮಾಡಿರುವಂಥ ಪವಿತ್ರವನ್ನು ನಿಮ್ಮ ಉಂಗುರದ ಬೆರಳಿಗೆ ಮಂತ್ರೋಪಚಾರಣೆ ಸಮಯದಲ್ಲಿ ಧರಿಸಿ പവിത്ര തെളിച്ച് നിങ്ങളുടെ വലത്തെ മുദ്രവിരലിടുക. ഓം दक्षिणायोगस्य योग्यता सिद्धि अनुग्रहाणां
ಎಲ್ಲರೂ ಸ್ವಲ್ಪ ಹೂವು ಓಂ ಶ್ರೀ ಮಹಾಗಣಪತಯೇ ನಮಃ. ಅಮೃತವಾಣಿ ನಿವೇದಯಾಮಿ. ಓಂ ಈಗ ಆರತಿ ಕೊಡ್ತಿದ್ದೀವಿ. ಎಲ್ಲರೂ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನ ಮೇಲೆ ಇಟ್ಕೊಳ್ಳಿ. നിങ്ങളുടെ കൈകൾ ശിരസ്സിൽ വയ്ക്കുക. ನಮಸ್ಕಾರಂ ಸಮರ್ಪಯಾಮಿ. ಪ್ರಸಾದಂ ಗೃಹಾಮಿ. ಈಗ ನಾವು ಕಲಶ ಪೂಜೆಯನ್ನು ಮಾಡ್ತಿದ್ದೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಕಲಶದಲ್ಲಿ ನಾವು ಸಾಕ್ಷಾತ್ ಶ್ರೀ ಪರಂಜ್ಯೋತಿ ಕನಕಿಯನ್ನ, ಶ್ರೀ ಭಗವತಿ ಭಗವಾನರನ್ನ ಮತ್ತು ಮಹಾಲಕ್ಷ್ಮಿ ದೇವರನ್ನ, ನವಗ್ರಹ ದೇವತೆಗಳನ್ನ, ಅಷ್ಟ ದಿಕ್ಪಾಲಕರನ್ನ, ಎಲ್ಲ ದೇವಿ ದೇವತೆಗಳನ್ನ, ಮುಕೋಟಿ ದೇವರುಗಳನ್ನ ಇಲ್ಲಿ ನಾವು ಆವಾಹನೆ ಮಾಡ್ತಿದ್ದೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಸಾಕ್ಷಾತ್ ಆ ಮಹಾಲಕ್ಷ್ಮಿ ದೇವಿ ನಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ದರ್ಶನದ ಭಾಗ್ಯವನ್ನ ಕೊಟ್ಟಿರ್ತಾರೆ. കലശ പൂജ സമയം. ഈ സമയത്ത് കലശത്തിൽ ശ്രീ പരംജ്യോതി, ശ്രീ മഹാലക്ഷ്മി ദേവി, നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, 30 കോടി ദേവന്മാർ എല്ലാവരെയും നമ്മൾ ആവാഹനം ചെയ്ത് പൂജ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പൂജയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചാൽ അവരുടെ അനുഗ്രഹം കിട്ടും. സോ ഇപ്പം നിങ്ങൾക്ക് ദൈവിക ദർശനം ഉണ്ടാകും. എല്ലാവരും ഭക്തിയോടെ ഈ പൂജയിൽ പങ്കെടുക്കുക. കൈകൾ നമസ്കാരത്തിൽ വയ്ക്കുക.
Oh,
ಈಗ ಅರಿಶಿನ ಕುಂಕುಮ ಗಂಧ ಅಕ್ಷತೆ ಹೂಗಳಿಂದ ಈಗ ಶ್ರೀಮೂರ್ತಿಗೆ ಅರ್ಚನೆ ಮಾಡ್ತಾ ಇದ್ದೀರ. ಅರ್ಚನೆ ಆಗೋದಂತ നിങ്ങളുടെ ശ്രീമൂർത്തിക്ക് ചന്ദന മഞ്ചൽ പൂക്കൾ അക്ഷത കൊണ്ട് അർച്ചന ചെയ്യുക. ശ്രീദിവ്യ ചന്ദനം സമർപ്പയാമി ഗന്ധസ്യ കുങ്കുമം സമർപ്പയാമി. അതല്ലേ നൈവേദ്യം ಒಂದು ದೊಡ್ಡ ಪ್ರಸಾದವನ್ನು ನೈವೇದ್ಯವಾಗಿ ತೋರಿಸಿ ಶ್ರೀಮೂರ್ತಿಗೆ ಕೆಳಗಡೆ ಇಟ್ಟಿದ್ದ ഒരു തന്നെ പ്രസാദം എടുത്ത് ശ്രീമൂർത്തിക്ക് മുന്നിൽ സമർപ്പിക്കുക. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
कृतं कर्ते नैवमसि चापि अमृतमस्तु अमृतोपस्करमसि ॐ प्राणाय स्वाहा ॐ उदानाय स्वाहा ॐ ज्ञानाय स्वाहा ॐ उदानाय स्वाहा ॐ समानाय स्वाहा ॐ ब्रह्मणे स्वाहा मध्ये मध्ये पाणिं समर्पयामि हस्तो प्रक्षालयामि पादौ प्रक्षालयामि शुद्धाचमनीयं समर्पयामि अमृतोपहारमानयं निवेदयामि ताम्बूलं समर्पयामि वेदोक्तसुगन्धमकरपुष्पं नीराजनं संदर्शयामि. ಈಗ ಆರತಿಯನ್ನು ಮುಗಿಸಿದ್ದೀವಿ. ಎಲ್ಲರೂ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನಲ್ಲಿ ಇಟ್ಟುಕೊಳ್ತಾ ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿ. നിങ്ങളുടെ കൈകൾ ശിരസിന്റെ മേളിൽ വെക്കുന്ന ആരതി സമയം. नमस्कारं समर्पयामि प्रसादं चित्सामृतामि. ಪೂಜೆ ಮಾಡುವ ಹೂವು ಅಕ್ಷತೆಯನ್ನು ತಲೆ ಮೇಲೆ ಹಾಕೊಳ್ತೀರಾ. ಈಗ ಎಲ್ಲರೂ ಎದ್ದು ನಿಂತ್ಕೊಂಡು ನಿಮ್ಮ ಒಂದು ಹೋಮಕುಂಡವನ್ನು ತಾಕಿ ನಮಸ್ಕಾರ ಮಾಡಿ ಹಾಗೆ ನಿಂತ್ಕೊಳ್ತೀರಾ. നിങ്ങൾ സ്ഥലത്ത് നമസ്കരിച്ച് അർച്ചന ചെയ്ത പൂവും അക്ഷതയും തലയിലിടുക. ഇപ്പം നിങ്ങളുടെ ഹോമസ്ഥലത്ത് എണീറ്റ് നിന്ന് ഹോമകുണ്ടത്തെ തൊട്ടിട്ട് ഇരിക്കും. ಈಗ ನಿಮ್ಮ ಹತ್ರ ಸೇವಕ್ಸ್ ಬರ್ತಾರೆ. ಅವರು ನಿಮ್ಮ ಹತ್ರ ಕಾಯಿನ್ಸನ್ನು ಕಲೆಕ್ಟ್ ಮಾಡ್ತಿರ್ತಾರೆ. ಸೊ ನಿಮ್ಮ ಹತ್ರ ಕಲೆಕ್ಟ್ ಮಾಡಿರೋ ಕಾಯಿನ್ಸನ್ನು ಈ ಹೋಮಕುಂಡದಲ್ಲಿ ಸಮರ್ಪಿಸ್ತಾ ಬರ್ತಿರ್ತಾರೆ. ಸೊ ನಿಮ್ಮ ಹತ್ರ ಕಾಯಿನ್ಸ್ ಇದ್ದರೆ ನೀವು ಅದನ್ನು ಅವ್ರು ತೋರಿಸುವ ತಟ್ಟೆಯಲ್ಲಿ ಹಾಕ್ಬೋದು. കോയിൻസ് എടുത്തേക്ക് ഇപ്പോൾ സേവക്സ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോയിൻസ്, ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ സിൽവർ പൂക്കൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക. പൂർണ്ണാഹുതി സമർപ്പിക്കാനാണ്. ഓം സച്ചിദാനന്ദ പരബ്രഹ്മ പുരുഷോത്തമ അയച്ചിട്ട് കയ്യാലെടുത്ത് ശ്രീ പരഞ്ജ്യോതി ഭഗവതേ നമഃ. ಈಗ ಆಚರಣೆ ಮಾಡ್ತಿರ್ತೀರ. ಈ ಸಮಯದಲ್ಲಿ ಕೈಯಲ್ಲಿ ಹಾಕ್ಕೊಂಡಿರೋ ದರ್ಬೆಯನ್ನು ತೆಗಿತೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿತೀರಾ. 4ನೇ ಸಾರಿ ಕೈ ತೊಳ್ಕೊಂಡು ಮತ್ತೆ ದರ್ಬೆಯನ್ನು ಧರಿಸಿ. ഇപ്പോൾ ഈ സമയത്ത് ആചമനം നിങ്ങളുടെ പവിത്ര തുണി വളഞ്ഞ തുണയിൽ വെച്ച് 3 തവണ വെള്ളം കുടിച്ച് കൈ കഴുകിയിട്ട് പവിത്രം എടുക്കുക. ഓം കേശവായ സ്വാഹ ഓം നാരായണായ സ്വാഹ ഓം മാധവായ സ്വാഹ ഓം യേ ദ്രാവി സാമിതി കൃഷ്ണതനല ജ്യോതിന ഗാദേശമാ രത്നദിനം ചതുരശ്രമണ്ഡലം കൽപയിവാ വാഗ്യാന ഭാഗ്യാമലിക രാജകോലദശം ദക്ഷിണാനമാലികേ അതോ ബീജപുരസം പശ്ചിമാനമാലികേ അവാകലോ മുക്ഷ്യ വിദായ വന്യേ ഉസ്മിഷതേ മോക്ഷതോ യേശേഷം പ്രാപ്തോയ മനനിരനാമകർമാ യഥാ പരിചാരപരിതരാന ഓം ഇദം വിഷ്ണു വിചക്രമേ ത്രിനാനദേവനം സപൂർണമസ്യ പാപം സുരേ വിഷ്ണുമാവായാമി സ്ഥാപയാമി പൂജയാമി ആസനം സമർപ്പയാമി ബ്രഹ്മദേവാനാം പരമീകരീനാമശി വിദ്രാനാം മഹിഷൗനാനാം ശേനോ
ಈಗ ಅಗ್ನಿ ಪ್ರತಿಷ್ಠಾಪನೆ ಸಮಯ. ಸ್ವಲ್ಪ ಕಟ್ಟಿಗೆಗಳನ್ನು ಶ್ರೀಮಹಾಲಕ್ಷ್ಮೀ ದೇವಿ ದೀಪಂ ಪರಿಕಲ್ಪಯಾಮಿ ಬ್ರಹ್ಮಾಮೃತಧರ್ಮಾಧಿಕಾರಿ ಶ್ರೀಮಹಾಲಕ್ಷ್ಮೀ ದೇವಿ ಅಮೃತ ನೈವೇದ್ಯಂ ಪರಿಕಲ್ಪಯಾಮಿ ಸಂಸರ್ವಂ ಸರ್ವಾಧಿಕಾರಿ ಶ್ರೀಮಹಾಲಕ್ಷ್ಮೀ ದೇವಿ ಸರ್ವೋಪಚಾರಾನ್ ಪರಿಕಲ್ಪಯಾಮಿ. ಓಂ ಶ್ರೀ ಹ್ರೀಂ ಮಹಾಲಕ್ಷ್ಮೀ ಕಮಲಕಾರಿಣ್ಯೈ ಸಿಂಹವಾಹಿನ್ಯೈ ಸ್ವಾಹಾ. 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 ಓಂ ಶ್ರೀ ಹ್ರೀಂ ಮಹಾಲಕ್ಷ್ಮೀ ಕಮಲಕಾರಿಣ್ಯೈ ಸಿಂಹವಾಹಿನ್ಯೈ ಸ್ವಾಹಾ ಸ್ವಾಹಾ. ಇದರೊಂದಿಗೆ ಶ್ರೀ ಮಹಾಲಕ್ಷ್ಮೀ ದೇವಿಗೆ ನಮಃ. ಜೈ ಬೋಲಾಲಿಕದಾತ ಶ್ರೀ ಅಮ್ಮ ಭಗವಾನ್ ಕಿ. ಈಗ ಮಹಾಲಕ್ಷ್ಮೀ ದೇವಿಯ ಮುಖ್ಯವಾದಂತಹ ಪ್ರಾರ್ಥನೆಯ ಸಮಯ. ಈಗ ನಿಮ್ಮ ವರ ಕೇಳುವ ಸಮಯ ಬಂದಿದೆ. ಈಗ ನೀವು ಈ ಹೋಮದಲ್ಲಿ ಈ ಸಮಯದಲ್ಲಿ ಏನು ವರ ಕೇಳ್ತಿರೋ ಅದು ಸಿಕ್ಬಿಡುತ್ತೆ. ಅಂದರೆ ಇವಾಗ ನಿಮಗೆ ಏನು ಬೇಕು, ಯಾವ ರೀತಿಯಾದ ಐಶ್ವರ್ಯ ಬೇಕು, ಯಾವ ರೀತಿಯಾದ ಆಪರ್ಚುನಿಟೀಸ್ ಬೇಕು ನಿಮಗೆ, ಅಂದರೆ ನಿಮ್ಮ ಬಿಸ್ನೆಸ್ಸಲ್ಲಿ ನಿಮಗೆ ಈಗ ಆಪರ್ಚುನಿಟೀಸ್ ಇಲ್ಲೇ ಅಂತಂದರೆ ಯಾವ ರೀತಿಯಾದ ಆಪರ್ಚುನಿಟೀಸ್ ಬೇಕು ಅಂತ ಈಗ ಕೇಳ್ತೀರ. ಮತ್ತು ನೀವು ನಿಮಗೆ ನಿಮ್ಮ ಮಗಳ ಮದುವೆ ಆಗಬೇಕಂತಂದರೆ ಎಷ್ಟು ಹಣ ಬೇಕು ನಿಮಗೆ. ಸೊ ಬರುವಂಥ 2 ವರ್ಷ ನಿಮ್ಮ ಬ್ಯಾಂಕ್ ಬ್ಯಾಲೆನ್ಸ್ ಎಷ್ಟಿರಬೇಕು. ಸೊ ಬರುವಂಥ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಯಾವ ರೀತಿಯಾದ ಜಾಬ್ ಸಿಗಬೇಕು ನಿಮಗೆ, ಅದರಲ್ಲಿ ಹೇಗೆ ಬೆಳಿಬೇಕು, ಎಷ್ಟು ಬಂಗಾರ ಬೇಕು ನಿಮಗೆ, ಮತ್ತು ಎಷ್ಟು ರೀತಿಯಾದ ಪ್ರಾಪರ್ಟೀಸ್ ಏನಾದರೂ ಸೇಲ್ ಆಗಬೇಕಂತಂದರೆ ಅದಕ್ಕೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ. ಸೊ ನೀವು ಯಾವ ವರ ಬೇಕು, ಎಷ್ಟೋ ಸಾರಿ ನೀವು ಹೋಮಗಳಲ್ಲಿ ಬಂದಾಗ ನೀವು ಕೇಳ್ತಾ ಇರ್ತೀರ ಈ ವರ ಬೇಕೇ ಬೇಕು. ಒಂದು ವರ ಐಶ್ವರ್ಯಕ್ಕಾಗಿ ಕೇಳ್ತೀರಾ, ಅದು ಯಾವ ಸಮಯದಲ್ಲಿ ಈಗ ಬೇಕು ಅಮ್ಮ, ಈಗ ನೀವು ಅದನ್ನು ಪ್ರತ್ಯಕ್ಷವಾಗಿ ಮಾಡಿ ಅಂತ ಹೇಳಿ ಈಗ ಆ ವರವನ್ನು ಕೇಳ್ತೀರಾ. ಸೊ ಈ ವರ ಕೇಳ್ತಾ ಕೇಳ್ತಾ ನಿಮಗೆ ಅದು स्वाहा वैकुंठराज महिषी श्रीरंगनगराश्रिते रंगनायकी भूपुत्री कृष्णे भरतवल्लभे